GECയിൽ ഏത് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനോട് ചോദിച്ചാലും ഇവിടുത്തെ ടീച്ചിങ് അവർ ഹൈലൈറ്റ് ചെയ്ത് പറയാറുണ്ട്. ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ സ്പെഷ്യാലിറ്റിയും ആ ഒരു ടീച്ചേഴ്സിന്റെ ഫ്രണ്ട്ലിനെസ്സും എല്ലാം പറയാറുണ്ട്. കൂടുതലും അവർക്ക് വേണ്ട ഒരു മെന്റർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ചിലപ്പോൾ ക്ലാസ് എടുത്തോണ്ടിരിക്കവേ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയെ കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് അവർക്ക് തീരെ വയ്യാന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് നമ്മളോട് ഒരു അറ്റാച്ച്മെന്റ് കൂടുക. അപ്പോൾ അവിടുന്ന് ഇറങ്ങി പോകുമ്പോഴും അത് അവരിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഫെയർവെൽ കണ്ടക്ട് ചെയ്തപ്പോൾ ലാസ്റ്റിലോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇമോഷണലി അവർ കുറച്ചുകൂടെ കണക്റ്റഡ് ആയിട്ടാണ് പോയത്. അതുപോലെ തന്നെ ഈ പാസ് ഔട്ടായ കുട്ടികളെ രണ്ടാമത് ഇപ്പോഴും വിളിച്ച് നമ്മളൊരു പരിപാടി നടത്തിയില്ല. എസ്പെഷ്യലി അതിൽ തന്നെ അവർ രണ്ടാമതൊരു ജോബ് ഫെയർ അവർക്ക് പ്ലേസ്മെന്റ് കിട്ടണം എന്നൊരു ഫോക്കസോട് നമ്മൾ ചെയ്ത സമയത്ത് കുട്ടികളുടെ റെസ്പോൺസ് ഓരോ കുട്ടികളെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോഴാണ് സത്യത്തിൽ അവർക്ക് ക്രിയേറ്റ് ആവുന്നത്. അതിനേക്കാൾ ഉപരി ഇവിടെ പഠിച്ചു പോയൊരു കുട്ടിക്ക് ജോലി കിട്ടണം എന്നുള്ള ആ മാമിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു സാധനം ഉണ്ട്. ആ സ്ഥാനത്താണ് അതിന്റെ കാണിക്കുന്നത് ആ ഒരു കമ്മിറ്റ്മെന്റ് കുട്ടികളോടുള്ള രക്ഷപ്പെടണം അവന് ജോലി കിട്ടണം എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മളെ വിശ്വസിച്ചിട്ടാണ് വന്നത്. അപ്പൊ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അത് ഇതിപ്പോ ഒരു കുട്ടി ഒരു ജോബിന് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സപ്പോർട്ട് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ആ കുട്ടി എന്താ പറയാ എവിടെയെങ്കിലും ജോബ് സെറ്റ് ആക്കുമ്പോൾ അരുണ് പറഞ്ഞ പോലെ തന്നെ സെറ്റ് ആക്കണം എന്നുള്ള ആ ഒരു നമുക്കാണ് ആ ഒരു തോന്നൽ ശരിക്കും ഉള്ളത്.